സൗദിയുടെ പ്രധാന വരുമാന സ്രോതസ് ക്രൂഡ് ഓയിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ. അതുകൊണ്ട് തന്നെ സൗദിയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന പ്രധാന രാജ്യങ്ങൾ ചൈനയും അമേരിക്കയും ഇന്ത്യയുമാണ്. ആവശ്യമുള്ളതിന്റെ 80% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയുടെ പണം വിദേശത്തേക്ക് പോകാനുള്ള മുഖ്യ കാരണവും ഇത്തരത്തിലുള്ള എണ്ണ ഇറക്കുമതിയാണ്. കൂടുതൽ കാലം വിദേശത്തെ എണ്ണയെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് സർക്കാർ നിലപാട്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമായ എണ്ണ ഉൽപാദന സാഹചര്യം പരിശോധിക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ കേരളത്തിൽ കൊല്ലം തീരത്തുൾപ്പെടെ എണ്ണ പര്യവേക്ഷണം നടന്നു വന്നിരിക്കുകയാണ്. ഇതിനിടെയാണ് യു.പിയിൽ എണ്ണ ശേഖരം കണ്ടെത്തിയെന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ബല്ലിയ ജില്ലയിലെ സാഗർപാലി ഗ്രാമത്തിലാണ് ക്രൂഡ് ഓയിൽ നിക്ഷേപം ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പൊതുമേഖലാ കമ്പനിയായ ONGC ആണ് എണ്ണ പര്യവേഷണത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. എത്രത്തോളം എണ്ണയുണ്ട്, ഖനനത്തിനുള്ള സാധ്യതകൾ എന്നിവയെല്ലാമാണ് കമ്പനി പരിശോധിക്കുന്നത്. ഇതിന്റെ കൃത്യമായ അളവ് കൂടി ലഭിച്ചാൽ ഖനനം ലാഭകരമാകുമോ എന്ന് പറയാൻ സാധിക്കും. ബല്ലിയയിലെ സ്വാതന്ത്ര്യ സമര സേനാനിയായ ചിട്ടു പാണ്ഡെയുടെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ക്രൂഡ് ഓയിൽ നിക്ഷേപം ഉണ്ട് എന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഗംഗാനദി തീരത്തോട് ചേർന്ന് 3 മാസമായി നടത്തിവന്ന സർവേയിലാണ് എണ്ണ ഉണ്ട് എന്ന് ഉറപ്പിച്ചിരിക്കുന്നത്. ഇനി എത്ര അളവിൽ ഉണ്ടെന്ന് കൂടി വ്യക്തമാക്കണം. ഭൂമിക്കടിയിൽ 3000 മീറ്റർ താഴെയാണ് എണ്ണയുള്ളത്. എണ്ണയുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്ന പാണ്ഡെയുടെ കുടുംബത്തിൽ നിന്ന് 6.5 ഏക്കർ സ്ഥലം 3 വർഷത്തേക്ക് ONGC പാട്ടത്തിനെടുത്തിരിക്കുകയാണ്. ഓരോ വർഷവും 10 ലക്ഷം രൂപ നൽകാമെന്ന ഉറപ്പിന്മേലാണിത്. എണ്ണ ഉണ്ടെന്ന് ONGC സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. 3000 മീറ്ററിൽ കുഴിച്ചെടുത്ത് പരിശോധന നടത്തിയാണ് തുടർ നടപടികൾ തീരുമാനിക്കുക. ഓരോ ദിവസവും 25,000 ലിറ്റർ വെള്ളമാണ് കുഴിച്ചെടുക്കൽ വേഗത്തിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. ഇറാഖിനാണ് 2ാം സ്ഥാനമുള്ളത്. 3ാം സ്ഥാനത്താണ് സൗദി അറേബ്യ. ശേഷം UAEയും അമേരിക്കയും ആംഗോളയുമുണ്ട്. ഈ രാജ്യങ്ങൾക്ക് പുറമെ കൂടുതൽ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കാൻ ആലോചിക്കുകയാണ് ഇന്ത്യ. ആഫ്രിക്കയിലെ നൈജീരിയ, ലാറ്റിൻ അമേരിക്കയിലെ ഗയാന, അർജന്റീന, ബ്രസീൽ എന്നീ രാജ്യങ്ങളിലെല്ലാം ഇന്ത്യ എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നുണ്ട്. യു.പിയിൽ കണ്ടെത്തിയ പോലെ ഗംഗാ നദീതീരത്ത് പലയിടത്തും എണ്ണയുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. പുതിയ കണ്ടെത്തൽ മേഖലയിലെ കർഷകർക്ക് നേട്ടമാകുമോ തിരിച്ചടിയാകുമോ എന്ന് അറിയാൻ ഇനിയും കാത്തിരിക്കണം. ചിട്ടു പാണ്ഡെയുടെ അനന്തരവൻ നീൽ പാണ്ഡെയുമായിട്ടാണ് ONGC നിലവിൽ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. 10 ലക്ഷം രൂപ പ്രതിവർഷം കിട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 1 വർഷത്തേക്ക് കൂടി ONGC കരാർ നീട്ടിയേക്കുമെന്നും സൂചനയുണ്ട്. എണ്ണ ഖനനത്തിനായുള്ള സാധ്യത ഉറപ്പിച്ചാൽ സമീപ പ്രദേശങ്ങളും ONGC ഏറ്റെടുത്തേക്കും. ഉയർന്ന വില നൽകിയാകും ഏറ്റെടുക്കൽ എന്നാണ് ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നത്. എന്നാൽ കൃഷിഭൂമി നഷ്ടമാകുമോ എന്ന ആശങ്കയുള്ളവരുമുണ്ട്. 300 കിലോമീറ്റർ ചുറ്റളവിലാകും എണ്ണയ്ക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കേണ്ടി വരിക. പ്രയാഗ്രാജിലെ ഫഫലമാവു മുതൽ ബല്ലിയയിലെ സാഗർപാലി ഗ്രാമം വരെയാകും ഏറ്റെടുക്കുക. ഇന്ത്യയിലെ 587 ദശലക്ഷം മെട്രിക് ടൺ എണ്ണയുണ്ടെന്നാണ് കരുതുന്നത്. ഇതിൽ കൂടുതലായും പടിഞ്ഞാറൻ തീരമേഖലയിലാണ്. അസമിലും ഗുജറാത്തിലുമുള്ളത് ബാക്കിയുള്ളതാണ്. കൂടാതെ കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ മറ്റു പല മേഖലയിലും എണ്ണശേഖരമുണ്ട് എന്ന സംശയം ഇപ്പോഴും ബാക്കിയാണ്. യു.പിയിൽ എണ്ണ ഖനനം സാധ്യമായാൽ മേഖല മറ്റൊരു സൗദി അറേബ്യയായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.